ഇറാനിലെ വമ്പൻ തൂക്കുപാലം തകർത്തതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് ട്രംപ്. ഇറാനിലെ ടെഹ്റാനും കരാച്ചിനുമിടയിലുള്ള പ്രശസ്തമായ B1 തൂക്കുപാലം തകർത്തതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 136 മീറ്റർ ഉയരവും $400 മില്യൺ നിർമ്മാണ ചെലവുമുള്ള ഈ പാലം ഇറാന്റെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നായിരുന്നു. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് താൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായും ഒരു ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ ഇനിയും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ആക്രമണ സമയത്ത് പാലത്തിന്റെ മധ്യഭാഗത്ത് 2 തവണ മിസൈലുകൾ പതിക്കുകയും പാലം വലിയ പുകയോടെ താഴെയുള്ള കോസ്വേയിലേക്ക് തകർന്നു വീഴുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 95 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. പാലം തകരുന്ന സമയത്ത് ഒരു ലോറി അതിലൂടെ കടന്നു പോകുന്നത് വീഡിയോകളിൽ ദൃശ്യമായിരുന്നു. ഇറാനെ ശിലായുഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന് ഭീഷണി മുഴക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം നടന്നത്. കൂടാതെ ഇറാന്റെ വൈദ്യുത നിലയങ്ങളെ ലക്ഷ്യം വെക്കുമെന്നും ദശലക്ഷക്കണക്കിന് ആളുകളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്നും ട്രംപ് തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാനിലെ പാസ്റ്റർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെയും ആക്രമണമുണ്ടായതായി ഇറാൻ അറിയിച്ചു. ഇതിന് മറുപടിയായി ഭാവിയിൽ അതിശക്തവും വിനാശകരവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി. ശത്രുക്കൾ കീഴടങ്ങുന്നതുവരെ യുദ്ധം തുടരുമെന്ന് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൾഫാഗാരി പ്രസ്താവിച്ചു. നിലവിൽ ഇറാന്റെ പ്രധാന ഊർജ്ജ പ്ലാന്റുകൾക്കെതിരായ ആക്രമണം 10 ദിവസത്തേക്ക് കൂടി നിർത്തിവെക്കാൻ ട്രംപ് തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ യുദ്ധം ഇറാനെ മാത്രം ബാധിക്കുന്നില്ല. അമേരിക്കൻ സൈന്യത്തിനുള്ളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ യുദ്ധവകുപ്പ് മേധാവിയായ പീറ്റ് ഹെഗ്സത്ത് സൈന്യത്തിലെ ഒരു നിർണായക തീരുമാനമെടുത്തത് ലോകത്തെ ഞെട്ടിച്ചു. അമേരിക്കൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന ജനറൽ റാൻഡി ജോർജിനെ സ്ഥാനത്ത് നിന്നും നീക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ നീക്കം പെന്റഗണിനുള്ളിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെയാണ് ഈ നീക്കം നടന്നതെന്നത് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സൈനിക തലത്തിൽ സ്ഥിരത അത്യാവശ്യമായ സമയത്ത് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ പുറത്താക്കിയത് തന്ത്രപരമായ തീരുമാനമാണോ അതോ രാഷ്ട്രീയ ഇടപെടലാണോ എന്ന ചർച്ച ശക്തമായി തുടരുന്നു. അതേസമയം ഇറാൻ യുദ്ധം ഇപ്പോൾ 35ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ ആക്രമണങ്ങളും പ്രതികാര നടപടികളും തുടരുന്നു. ട്രംപ് അടുത്ത 2-3 ആഴ്ചകളിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെ സ്റ്റോൺ ഏജിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ യുദ്ധത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്നത് ഇപ്പോഴും അനിശ്ചിതത്വമാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇത് വെറും ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമല്ല, മറിച്ച് ആഗോള ശക്തി സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. സൈനിക തന്ത്രങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ, വ്യക്തിപരമായ തീരുമാനങ്ങൾ എല്ലാം കൂടി ഈ യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. എന്നാൽ ഈ അനിശ്ചിതത്വത്തിനിടയിലും ഇറാൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നത് ശ്രദ്ധേയമാണ്. ശക്തമായ ആക്രമണങ്ങളും ഭീഷണികളും നേരിട്ടിട്ടും സ്വന്തം സ്വാതന്ത്ര്യവും ദേശീയ അഭിമാനവും സംരക്ഷിക്കാൻ അവർ കാണിക്കുന്ന ധൈര്യം ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്നാണ്. ഇത് വെറും ഒരു യുദ്ധത്തിന്റെ അവസാനത്തെ കാത്തിരിപ്പ് മാത്രമല്ല, മറിച്ച് സമ്മർദ്ദങ്ങൾക്കിടയിലും തളരാതെ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ മനോബലത്തിന്റെ തെളിവാണ്. കാലം മാത്രമേ അതിന് ഉത്തരം നൽകൂ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ശക്തിയായി ഇറാൻ ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.